ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. പുട്ടപർത്തിയിലെ വിഭൂതി. പരമം പവിത്രം ബാബാ വിഭൂതി. ബൃഹത് ജാബാല ഉപനിഷത്ത് വിഭൂതിയെ കുറിച്ച് കീർത്തിക്കുന്നു. ഐശ്വര്യം നൽകുന്നതിനാൽ അത് വിഭൂതി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. പാപങ്ങളെ ദഹിപ്പിക്കുന്നത് കൊണ്ട് അതിനെ ഭസ്മം എന്ന് വിളിച്ചു. വിഭൂതി ഭാസിതമാണ്. അത് ഒരുവന്റെ ആത്മീയ തേജസ് വർദ്ധിപ്പിക്കുന്നു. വിഭൂതി അപകടമില്ലാതാക്കുന്നു. വിഭൂതി എന്നാൽ രക്ഷ. രക്ഷ ഇത് ദുർഭൂതങ്ങൾ അടുക്കാതിരിക്കാനുള്ള രക്ഷാ കവചം കൂടിയാണ്. ഹിന്ദുക്കൾ പ്രധാനമായും നെറ്റിയിൽ ചാർത്തുന്ന പവിത്രമായ ഭസ്മത്തെ സൂചിപ്പിക്കുന്നതിനാണ് വിഭൂതി എന്ന പദം സാധാരണ ഉപയോഗിക്കുന്നത്. യജ്ഞത്തിൽ ഉപയോഗിക്കുന്ന ചാണകവരളിയും വിറകും കത്തിത്തീരുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടമാണ് വിഭൂതി അഥവാ ഭസ്മം. ഈ ലോകം ക്ഷണികവും താൽക്കാലികവുമാണെന്നും അതിനാൽ മനുഷ്യജന്മം നന്നായി ഉപയോഗിക്കണമെന്നും നെറ്റിയിലെ ഭസ്മക്കുറി ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. ദേവഭാഷയായ സംസ്കൃതത്തിൽ ഭൂതി എന്നാൽ ഐശ്വര്യം എന്ന അർത്ഥം. വി എന്നാൽ വിശേഷമായ, ഭാവനാതീതമായ, അമൂല്യമായ ഒന്ന്. ഏറ്റവും മഹത്വം, ഏറ്റവും കൂടുതൽ മൂല്യമുള്ളതുമായ നിധി. എന്ത് കിട്ടിയാലാണോ പിന്നെ മറ്റൊന്നും വേണ്ടാത്തത്, എന്ത് അറിഞ്ഞാലാണോ മറ്റെല്ലാം അറിയാൻ സാധിക്കുന്നത്, ആ വസ്തു എന്നും വിഭൂതിക്ക് അർത്ഥം പറയാം. അതാണ് വിഭൂതി ധരിക്കുന്ന ഒരാൾക്ക് മറ്റൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിന്റെ കാരണം. മഹാദേവൻ ദേഹം മുഴുവനും വിഭൂതി ലേപനം ചെയ്യുന്നു. ശിവന്റെ ഭസ്മലേപനം താൻ എല്ലാവിധ ബന്ധങ്ങളിൽ ഇരിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്നു എന്ന് സത്യം ഓർമ്മിപ്പിക്കുന്നു. കാമദേവനെ ദഹിപ്പിച്ച കഥയും ഓർക്കുക. ആഗ്രഹങ്ങൾ ചാമ്പലാക്കുക എന്നാണ് അതിന്റെ സാരം. ഭസ്മം എന്നും വിഭൂതിയെ പറയുന്നു. ഭാസതി യദ് തദ് ഭസ്മ. യാതൊന്ന് ശോഭിക്കുമോ അത് ഭസ്മം. ഭസ്മ കൽമഷ ഭക്ഷണാത്. പാപത്തെ ഭക്ഷിക്കുക നിമിത്തം. ഭക്ഷണാത് സർവപാപാനാം ഭസ്മേതി പരികീർത്തിതം. സർവപാപങ്ങളെയും ഭക്ഷിക്കുക നിമിത്തം ഭസ്മം എന്നും കീർത്തിക്കപ്പെടുന്നു. വിഭൂതി മഹിമ. ഒരു പുരാണ കഥ. വിഭൂതിയും അണിഞ്ഞ് ഒരാൾ കാട്ടിൽ കൂടി പോവുകയായിരുന്നു. അദ്ദേഹം വഴിയിൽ ഒരു പൊട്ടക്കിണർ കണ്ടു. ആ കിണർ നരകത്തിലേക്കുള്ള വഴിയായിരുന്നു. കിണറ്റിൽ നിന്നും ആർത്തനാദങ്ങളും ആക്രോശങ്ങളും അയാൾ കേട്ടു. ജിജ്ഞാസ മൂലം അദ്ദേഹം എത്തി നോക്കി. ആ നിമിഷം പരിദേവനങ്ങളും കരച്ചിലുകളും നിലച്ചു. അദ്ദേഹം യാത്ര തുടരാനായി തിരിഞ്ഞപ്പോൾ വീണ്ടും വിലാപം കേട്ടു. അദ്ദേഹം ഒന്നുകൂടി കിണറിനടുത്തേക്ക് ചെന്ന് നോക്കി. വീണ്ടും പരിപൂർണ നിശബ്ദത. പല പ്രാവശ്യം ഇത് ആവർത്തിച്ചു. പരിഭ്രമത്തോടെ അദ്ദേഹം ഉറക്കെ ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ അവിടെ? യാതൊരു മറുപടിയുമില്ല. ഏതോ ബാധയുള്ള കിണറാണ് അതെന്ന് നിശ്ചയിച്ച് സഞ്ചാരി ഉടൻ നടക്കാൻ തുടങ്ങി. ദയവ് ചെയ്തു പോകരുതേ, ഇത് നരകത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ദുരിതം അനുഭവിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആശ്വാസം തരുന്നത്. അത്ഭുതപ്പെട്ട് അദ്ദേഹം ചോദിച്ചു, എന്റെ സാന്നിധ്യമോ? ഞാൻ പുണ്യപുരുഷനോ തപസ്വിയോ ഒന്നുമല്ലല്ലോ. കിണറ്റിലേക്ക് എത്തി നോക്കിയപ്പോൾ അങ്ങയുടെ നെറ്റിയിൽ നിന്നും വിഭൂതി ധൂളികൾ ഞങ്ങളുടെ മേൽ വീഴുന്നു. അതിന്റെ ആശ്വാസം വളരെ വലുതാണ്. ഞങ്ങളുടെ ദുരിതങ്ങൾ ആ ക്ഷണം ശമിക്കുന്നു. അങ്ങ് പോകരുതേ. ഇതാണ് വിഭൂതി മഹിമ. സർവരോഗ നിവാരിണി. പരലോകപരമായുള്ള എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലി, സർവരോഗ ശമന ഔഷധി. അതാണ് പരമം പവിത്രം ബാബാ വിഭൂതി. ശൈശവകാലം മുതൽക്ക് തന്നെ തന്റെ അവതാര സത്യം പ്രഖ്യാപിച്ചതിന് ശേഷം ശരീരത്യാഗം വരെ ബാബ വിഭൂതി സൃഷ്ടിക്കുകയും സർവവിധ രോഗങ്ങൾക്കും അത് ഔഷധമായി സമ്മാനിക്കുകയും ചെയ്തു. ലൗകികവും ആധ്യാത്മികവുമായ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഭക്തന്മാർ വിഭൂതി ഉപയോഗിക്കുന്നു. ശ്രദ്ധയിൽ ഉണ്ടായിരുന്ന കാലം ഭഗവാൻ വരുന്നവർക്കെല്ലാം ഉതി നൽകി. ഉതി വിഭൂതി തന്നെ. അത് ലഭിച്ചവരെല്ലാം ആധ്യാത്മികമായും ഭൗതികമായും ശാന്തരും സ്വസ്ഥരുമായി. ഭഗവാൻ സത്യസായി ബാബ നൽകുന്ന വിഭൂതി നാനാതരത്തിലുള്ളതാണ്. അത് ഏത് ഉദ്ദേശ്യത്തിനാണോ സൃഷ്ടിച്ചത് ആ ഉദ്ദേശ്യം നടപ്പാകും. ചില സമയം അതിന് കട്ടിയുള്ള ഒരു സമചതുരക്കട്ടയുടെ ആകൃതിയായിരിക്കും. മിക്കവാറും അത് നനുത്ത പൊടിയായിരിക്കും. ചിലപ്പോൾ നേർത്തതോ തരികളുള്ളതോ പടലങ്ങളായിരിക്കുന്നതോ ആകാം. വാസനയുള്ളതാകാം, തീക്ഷ്ണഗന്ധമുള്ളതാകാം, ഉപ്പുരസമുള്ളതാകാം, അല്ലെങ്കിൽ മധുരമുള്ളതുമാകാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ യാതൊരു രുചിയും ഇല്ലാത്തതുമാകാം. നിറം കൊണ്ട് അത് വെളുപ്പാകാം, അല്ലെങ്കിൽ കറുപ്പാകാം, അല്ലെങ്കിൽ വെളുപ്പിനും കറുപ്പിനും ഇടയ്ക്കുള്ള എന്തെങ്കിലും നിറമാകാം.
ചിലപ്പോൾ ഭഗവാൻ തന്റെ കരം ചലിപ്പിക്കുമ്പോൾ വിഭൂതി മാത്രം സൃഷ്ടിക്കപ്പെടുന്നു. ചിലപ്പോൾ ചെപ്പിലാക്കിയ വിഭൂതി തൃക്കരത്തിൽ വരുന്നു. സായി ഭക്തന്റെ ഒരുതരം തിരിച്ചറിയൽ കാർഡ് ആയി സ്വാമി വിഭൂതി ഉയർത്തിയിരിക്കുന്നു. ഭഗവാൻ തന്റെ മധുരമായ ശബ്ദത്തിൽ ആലപിക്കാറുള്ള ഒരു പദ്യം: കോലനുക്കു കലുവയെ శ్రీనగ ఆకాశమునకు చంద్రుడే శ్రీనగారము సముద్రమునకు అలాలే శ్రీనగారము స్వామి భక్తులకు വിഭൂതി ശ്രീനഗാരമോ. തടാകത്തിന് താമരകളാണ് ആഭരണങ്ങൾ. ചന്ദ്രൻ ആകാശത്തിന്റെ അലങ്കാരമാണ്. തിരമാലകൾ സമുദ്രത്തെ അലങ്കരിക്കുന്നു. അതുപോലെ സായി ഭക്തർക്ക് വിഭൂതിയാണ് ആഭരണം. വിഭൂതി ചരിതം. പ്രശാന്തി നിലയം ആശ്രമം നിർമ്മിച്ച ശേഷം പുട്ടപർത്തിയിൽ ഭക്തജനങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. എല്ലാ മതത്തിൽപ്പെട്ടവരും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളും വന്നു തുടങ്ങി. ഭാഗ്യവാന്മാർക്ക് ഭഗവാന്റെ കരുതലിനം കൊണ്ട് സൃഷ്ടിച്ച വിഭൂതി ആദ്യകാലത്ത് ലഭിച്ചു. എല്ലാവരും ഒരു നുള്ളു ഭസ്മമെങ്കിലും ബാബയുടെ അനുഗ്രഹ ചിഹ്നമായി വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് സ്വാമി വിഭൂതി നിർമ്മാണത്തിനായി തുനിഞ്ഞത്. ആ സംഭവ കഥ പോകുന്നത് ഇങ്ങനെ: ആദ്യകാലത്ത് സ്വാമി തന്നെ സ്വയം ചാണകം സംഭരിച്ച് അത് വൃത്തിയാക്കി അരിച്ചെടുത്ത് ഉണക്കി കത്തിച്ച് ഭസ്മമാക്കിയെടുത്തു. ഇത് അരിപ്പയിൽ അരിച്ച് വൃത്തിയാക്കി നല്ലവണ്ണം പൊടിച്ചുണ്ടാക്കിയതാണ് പുട്ടപർത്തിയിൽ നിന്നുള്ള ആദ്യത്തെ വിഭൂതി. ഭക്തന്മാർക്ക് ചെറിയ കടലാസുകളിൽ പൊതിഞ്ഞ് സ്വാമി വിഭൂതി നൽകി. 1980കളിൽ കോപ്പറേറ്റീവ് ജനറൽ സ്റ്റോർ നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്ന ശ്രീ ഗിയാൽ ദാസ് ഒരു അപേക്ഷയുമായി സ്വാമിയെ സമീപിച്ചു. ഭക്തന്മാർ വളരെയധികം വിഭൂതി അവരുടെ രാജ്യങ്ങളിലേക്കും വീട്ടിലേക്കും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. സ്വാമി ഉണ്ടാക്കുന്ന വിഭൂതി ഭക്തന്മാരുടെ ഒരു ചെറുഭാഗത്തിന് പോലും മതിയാവുകയില്ല. അതുകൊണ്ട് വിപുലമായ വിഭൂതി നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതി ആരംഭിക്കണേ. വേണമെങ്കിൽ വിഭൂതി നിസ്സാര വിലയ്ക്ക് വിൽക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭഗവാൻ കൃപയോടെ വിഭൂതി നിർമ്മാണത്തിന് അനുവാദം നൽകി. വിഭൂതിയും സ്വാമിയും. ഭക്തന്മാർ 2 രൂപ കൊടുത്തു വാങ്ങുന്ന വിഭൂതി പാക്കറ്റുകളെല്ലാം സ്വാമി സൃഷ്ടിച്ചതാണെന്നും അവയെല്ലാം ഇത്തരം 100 ഗ്രാമിന്റെ പാക്കറ്റുകളാക്കി ഒരു വലിയ അറയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും പലരും കരുതുന്നുണ്ട്. തീർച്ചയായും വിഭൂതി സ്വാമി സൃഷ്ടിച്ചത് തന്നെയാണ്. ഈ പ്രപഞ്ചം സ്വാമി സൃഷ്ടിച്ചതാണെന്ന അതേ അർത്ഥത്തിൽ നമ്മളും സ്വാമിയാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പക്ഷേ പ്രപഞ്ച സൃഷ്ടിക്ക് പ്രഭുവിന്റെ ഉപകരണം പഞ്ചഭൂതങ്ങൾ ആയിരുന്നതുപോലെ നമ്മളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ മാതാപിതാക്കൾ ഭഗവാന്റെ ഉപകരണങ്ങളായതുപോലെ ഈ ദിവ്യ വിഭൂതിയുടെ സൃഷ്ടിയും ആ വിധത്തിലാണ്. 1986-ൽ സ്വാമി വിഭൂതി നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും അനുമതി നൽകിയിരുന്നതിൽ പിന്നെ പഴനിയിലുള്ള ഒരാളാണ് വിഭൂതി ഉണ്ടാക്കി പർത്തിയിൽ എത്തിക്കുന്നത്. ഉമി കത്തിച്ചാണ് ഈ വിഭൂതി ഉണ്ടാക്കുന്നത്. പിന്നീട് അതിൽ 1% താഴെ ചാണകം ദഹിപ്പിച്ചതും കൂടി ചേർക്കും. ഈ മിശ്രിതം 50 കിലോ ചാക്കുകളാക്കി മാറ്റും. അതിനുശേഷം അത് പ്രശാന്തി നിലയത്തിൽ എത്തിക്കുന്നു. സ്വാമിയുടെ സ്പർശനം. സ്വാമി നിർദ്ദേശിച്ച അനുപാതത്തിൽ 4 വ്യത്യസ്ത തരത്തിലുള്ള സുഗന്ധദ്രവ്യം വിഭൂതിയിൽ ചേർക്കുന്നു. ഭുജാമയ്ക്കാണ് സ്വാമി ആ രഹസ്യ ഫോർമുല കൊടുത്തിട്ടുള്ളത്. ഗിയൽദാസ് കൊണ്ടുവന്ന സുഗന്ധങ്ങളിൽ നിന്ന് 2 കട്ടി സുഗന്ധങ്ങളും 2 ദ്രവ സുഗന്ധങ്ങളും സ്വാമി തിരഞ്ഞെടുത്തു. സ്വാമി ഭുജാമയോട് ദ്രവരൂപത്തിലുള്ള സുഗന്ധത്തിൽ നിന്ന് കുറച്ച് ടേബിൾ സ്പൂണുകൾ സുഗന്ധവും ഘനസുഗന്ധത്തിൽ നിന്നും അതുപോലെ കുറച്ച് ടേബിൾ സ്പൂൺ സുഗന്ധവും എടുത്ത് രണ്ടും കൂടി പഴനിയിൽ നിന്ന് കൊണ്ടുവന്ന വാസനയില്ലാത്ത വിഭൂതിയിൽ കൂട്ടിച്ചേർക്കാൻ അഭ്യസിപ്പിച്ചു. കൃത്യമായ അളവുകൾ ഭുജാമ വെളിപ്പെടുത്തിയിട്ടില്ല. അത് ഒരു ദിവ്യരഹസ്യം. ആ അനുപാതം ഭഗവാൻ വാമൊഴിയായി പറഞ്ഞു കൊടുത്തതല്ലാതെ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. നിർദ്ദേശിക്കപ്പെട്ട അനുപാതത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ വിഭൂതിയിൽ നാമജപത്തോടെ തിരുമി ചേർക്കുന്നത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ജോലിയാണ്. അത് കഴിഞ്ഞാൽ വിഭൂതി പാക്കറ്റുകളിലാക്കും. ഒരു ദിവസം കുറച്ച് സഹപ്രവർത്തകർ ഭുജാമയോട് വിഭൂതിക്ക് സുഗന്ധം കുറവാണെന്ന് പറഞ്ഞു. ഭുജാമയ്ക്ക് ശരിയെന്ന് തോന്നി. കുറച്ചുകൂടി ചേർക്കാമെന്നവർ തീരുമാനിച്ചു. അന്ന് ഭഗവാൻ സ്വപ്നത്തിൽ ഭുജാമയെ താക്കീത് ചെയ്തു. മാത്രമല്ല നേരത്തെ നിർദ്ദേശിച്ചതിന്റെ പകുതിയായി ഘനസുഗന്ധദ്രവ്യം കുറയ്ക്കാനും കൽപ്പിച്ചു. അന്നു മുതൽ ആ അനുപാതങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. വിഭൂതി ഇപ്പോൾ എങ്ങനെ? പ്രശാന്തി നിലയത്തിൽ നിന്ന് 1 വർഷം ഭക്തജനങ്ങൾ വാങ്ങുന്ന വിഭൂതി എത്രയെന്ന് ഊഹിക്കാമോ? ശരാശരി 1 വർഷം ഏതാണ്ട് 100 മെട്രിക് ടൺ വിഭൂതി, 1,00,000 കിലോ. 2010-ൽ ഈ അളവ് 128 മെട്രിക് ടണ്ണായി അസാധാരണമായി വളർന്നു. വിഭൂതിക്ക് ആവശ്യം വളരെയധികമായപ്പോൾ ഒരു യന്ത്രം കൊണ്ടുവന്നു.
പക്ഷെ അപ്പോൾ പോലും ബുജാമയാണ് വിഭൂതിയിലുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ ചേരുവ കലർത്തിയിരുന്നത്. വാർദ്ധക്യമായതോടെ ബുജാമ അവരുടെ ജന്മനഗരത്തിലേക്ക് തിരിച്ചുപോയി. പോകുന്നതിനു മുമ്പ് ബുജാമ വിഭൂതിയുടെ ചേരുവ മറ്റൊരാളെ പഠിപ്പിച്ചു. വിഭൂതി പാക്കറ്റുകളിലേക്ക് 1986 ആദ്യമായി വിഭൂതി പാക്കിംഗ് തുടങ്ങി. അന്ന് ഒരു മഞ്ഞ പേപ്പർ കൂടിൽ വിഭൂതി നിറയ്ക്കുകയായിരുന്നു. ഈർപ്പം കൊണ്ട് ഭസ്മം നനഞ്ഞു കുതിരുന്നത് തടയാൻ മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതിയുമായിരുന്നു. അതിനുശേഷം വെള്ള ചരട് കൊണ്ട് കെട്ടിമുറുക്കും. 1994 സ്വാമി ബംഗളൂരുവിലെ വൃന്ദാവൻ ആശ്രമത്തിൽ ഏതാണ്ട് 8 മാസം താമസിച്ചു. ആ സമയം വൃന്ദാവനത്തിൽ ഭക്തജനക്കൂട്ടം പുട്ടപർത്തിയേക്കാൾ വളരെയധികം കൂടുതലായിരുന്നു. രുചിർ ദേശായി, വൃന്ദാവൻ ക്യാമ്പസിന്റെ അധ്യാപകൻ, സ്വാമിയുടെ അനുവാദത്തോടെ വൃന്ദാവനാശ്രമത്തിലും വിഭൂതി നിർമ്മാണം ആരംഭിച്ചത് ആ സമയത്തായിരുന്നു. ബംഗളൂരുവിൽ വിഭൂതി നിർമ്മാണം ആരംഭിക്കുന്നതിന് സ്വാമി രുചിർ ദേശായിയോട് നിർദ്ദേശിച്ചു എന്നതിന് സ്ഥിരീകരണം ലഭിച്ച ശേഷമാണ് ബുജാമ വിഭൂതി ഫോർമുല നൽകിയത്. ചില ദിവസങ്ങളിൽ 1000-ലധികം പാക്കറ്റുകൾ മണിക്കൂറുകൾക്കുള്ളിൽ വിറ്റുപോകും. നിർമ്മാണ പ്രക്രിയ ബംഗളൂരുവിൽ തുടങ്ങിയിട്ടും ആവശ്യത്തിന് വിഭൂതി തികഞ്ഞില്ല. വിഭൂതി പാക്ക് ചെയ്യാൻ വളരെ സമയം വേണ്ടിവരുന്നു. സമയം ലാഭിക്കാൻ യന്ത്രസഹായം തേടണം. ഇല്ലെങ്കിൽ ഭക്തന്മാർക്ക് ആവശ്യമുള്ളത്ര വിഭൂതി കൊടുക്കാൻ കഴിയാതാകും. അധികൃതർ സ്വാമിയെ നിലവിലുള്ള സാഹചര്യം അറിയിച്ചു. സ്വാമി കവറിൽ യോജിച്ച മാതൃക കാണിച്ചു കൊടുത്തു. കവറിൽ അച്ചടിക്കേണ്ടത് എന്തെന്നും നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഇന്നു കാണുന്ന ആധുനിക പാക്കേജിംഗ് നിലവിൽ വന്നത്. ചെറിയ വിഭൂതി പാക്കറ്റുകൾ പ്രശാന്തി നിലയം ഭജന ഹാളിന് പുറകിൽ നിശബ്ദമായി നാമസ്മരണയോടെ ഭക്തകൾ തയ്യാറാക്കുന്നു. ലിഖിത നാമജപ സാധന ബുക്കുകളുടെ പേജുകളിൽ അവ പൊതിയും. ഈ ബുക്കുകളെല്ലാം ഈശ്വരനാമം വഹിക്കുന്നവയാണ്. ആ നാമചൈതന്യത്തിൽ പൊതിഞ്ഞാണ് ചെറിയ വിഭൂതി പാക്കറ്റുകൾ കൊടുക്കുന്നത്. ഭക്തന്മാർ അവരുടെ സാധനയുടെ ഭാഗമായി, ആധ്യാത്മിക ചര്യയുടെ ഭാഗമായി എഴുതുന്ന ഈശ്വരനാമങ്ങൾ അടങ്ങിയ ബുക്കുകളുടെ താളുകളിൽ പവിത്ര വസ്ത്രം പൊതിഞ്ഞ് ചെറിയ പൊതികൾ ഉണ്ടാക്കുന്നു. ഭഗവാൻ ബാബയുടെ അളവറ്റ പ്രേമവും കൃപയും വിഭൂതി ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നു. വിഭൂതി മഹിമ അനന്തം. വ്യാസഭഗവാൻ ഭസ്മ മഹാത്മ്യത്തെക്കുറിച്ച് ശിവപുരാണത്തിൽ അരുളുന്നു. മനുഷ്യജന്മം കിട്ടിയവരൊക്കെ ഭസ്മം ധരിക്കേണ്ടതാണ്. ബ്രാഹ്മണൻ മന്ത്രപൂർവവും മറ്റുള്ളവർ മന്ത്രമില്ലാതെയും ധരിച്ചാൽ മതി. മഹാവിഷ്ണുവും ശിവനും നെറ്റിത്തടത്തിൽ വിലങ്ങനെ ത്രിപുണ്ഡ്രം ധരിച്ചിരിക്കുന്നു. ശ്രീപാർവതിയും ലക്ഷ്മിദേവിയും സരസ്വതിയും ത്രിപുണ്ഡ്രം ധരിക്കുന്നവരാണ്. ശ്രദ്ധാബുദ്ധികളോടെ ഭസ്മം ധരിക്കണം, അല്ലെങ്കിൽ മഹാപാപമാണ്. ത്രിസന്ധകളിലും വിഭൂതി ധരിക്കുന്നവൻ സകല ശാപങ്ങളിൽ നിന്നും മോചിതനാകും. മാത്രമല്ല ശരീരനാശശേഷം ശിവസമീപം വസിക്കുകയും ചെയ്യും. അധർമ്മിയാണെങ്കിലും എന്നും ഭസ്മം ധരിച്ചുകൊണ്ടിരുന്നാൽ ക്രമേണ അവൻ ശുദ്ധനാകും. അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. അതിനാൽ ഭസ്മധാരണം ആരും ഒഴിവാക്കരുത്. എല്ലാ വർണ്ണക്കാർക്കും, വിധവ, ബാലൻ, ഭ്രഷ്ടർ ആർക്കും ഭസ്മം ധരിക്കാം. പ്രായശ്ചിത്തങ്ങളില്ലാത്ത മഹാപാതകങ്ങൾക്ക് കൂടി വിഭൂതി ധാരണത്താൽ പരിഹാരമുണ്ടാകും. ഇഹലോകത്തിലെ സകല സുഖങ്ങളും ദീർഘായുസ്സും പഞ്ചാക്ഷരി ജപത്തോടെ വിഭൂതി ധരിക്കുന്നവന് ഉണ്ടാകും. ഭസ്മത്തെ നിന്ദിക്കുന്നവന് ഘോര നരകമാണ് വിധിച്ചിരിക്കുന്നത്. ഭസ്മോദ്ധാരണത്തിന്റെ മഹിമ അവതാര പുരുഷനിൽ നിന്നും നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ നമ്മൾ എത്ര മഹാഭാഗ്യശാലികൾ. ഓം തത്സത്ത്.